ഗുരുവായൂർ സത്യാഗ്രഹം 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും സവർണർക്കായി നിയന്ത്രിക്കപ്പെട്ടിരുന്നു. 1931 നവംബർ 1 കെ. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. കെ. കേളപ്പൻ ക്ഷേത്രത്തിനു മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. പ്രതിലോമകാരികളായ സവർണർ എ. കെ. ഗോപാലൻ, പി. കൃഷ്ണപിള്ള തുടങ്ങിയ സന്നദ്ധ സേവകരെ ആക്രമിച്ചു. തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിച്ചു. അതിനുശേഷം അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജന അഭിപ്രായം ആരായുന്നതിനുവേണ്ടി പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഹിത പരിശോധന നടത്തി. ഈ ജനഹിത പരിശോധന അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങളും അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു. എന്നിരുന്നാലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജനാഭിപ്രായം സംഘടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു.